മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹം നിറഞ്ഞവരെ, മതബോധനത്തിനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ പ്രാധാന്യവും ഏറെ പ്രസക്തിയുള്ളതാണെന്ന് നമുക്കറിയാമല്ലോ. മതപഠനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സ്ഥാനവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്ന ഈ പരമ്പരയിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് നമുക്കറിയാമല്ലോ. ഇതേപ്പറ്റി വത്തിക്കാൻ സെക്കൻഡിൻ്റെ പ്രമാണരേഖയായ ദൈവാവിഷ്കരണം ഇപ്രകാരമാണ് വ്യക്തമാക്കുന്നത്: വിശുദ്ധ ലിഖിതമാണ് ദൈവത്തിൻ്റെ സത്യത്തിനും വിശുദ്ധിക്കും കുറവില്ലാതെ അനന്തവിജ്ഞാനത്തിൻ്റെ താഴ്നിറങ്ങൾ പ്രകടമാക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിക്കും ദൈവത്തിൻ്റെ സത്യത്തിനും കുറവില്ലാതെ അനന്തവിജ്ഞാനത്തിൻ്റെ താഴ്നിറങ്ങൾ പ്രകടമാകുന്നത് വിശുദ്ധ ലിഖിതത്തിലാണ് എന്ന് വത്തിക്കാൻ സെക്കൻഡ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. പ്രമാണരേഖ വീണ്ടും തുടരുകയാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ മനുഷ്യൻ്റെ ഭാഷയിൽ പ്രകടിതമായപ്പോൾ മനുഷ്യൻ്റെ പ്രഭാഷണത്തോട് സദൃശ്യമായി. ദൈവാവിഷ്കരണം 13-ാം നമ്പറിലാണ് ഇപ്രകാരം നാം കാണുക. അതുപോലെ തന്നെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന മതബോധന ഗ്രന്ഥത്തിലും അതിലെ 101-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: സ്വന്തം നന്മയാൽ പ്രേരിതനായി മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവം അവരോട് മാനുഷിക ഭാഷയിൽ സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കുവാനും അവരോട് സംസാരിക്കുവാനും കടന്നു വരുന്നു. ഇപ്രകാരം ദൈവാവിഷ്കരണത്തിലൂടെയും മതബോധന ഗ്രന്ഥത്തിലൂടെയുമെല്ലാം ദൈവം തൻ്റെ വെളിപ്പെടുത്തലിനെ എത്രമാത്രം അഗാധത്തിൽ സാക്ഷിക്കുന്നുവെന്ന് കുറിച്ചു വെക്കുമ്പോൾ മതബോധനത്തിൽ അതിൻ്റെ സാധ്യതകളെ നാം ആഴത്തിൽ മനസ്സിലാക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം കാണുന്നത് സൃഷ്ടിയിൽ ആരംഭിച്ചതും പഴയ നിയമത്തിൽ തുടർന്നതും യേശുക്രിസ്തുവിൽ പൂർത്തിയായതുമായ ഈ ദൈവാവിഷ്കാരം, ഈ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ മിശിഹായുടെ അധരത്തിൽ നിന്ന് ശിഷ്യന്മാർ സ്വീകരിക്കുകയും സംഭാഷണത്തിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും അപ്പോസ്തലന്മാർ സ്വീകരിക്കുകയും പിന്നീട് അവരുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ക്രമവൽക്കരണത്തിലൂടെയും കൈമാറ്റം ചെയ്യപ്പെടുകയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെ സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്തുവെന്ന സത്യം നാം മനസ്സിലാക്കുന്നു. ഇപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് വിശുദ്ധ ലിഖിതം എഴുതപ്പെട്ടത് എന്ന് പ്രമാണരേഖകളിലൂടെയും മതബോധന ഗ്രന്ഥത്തിലൂടെയും സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ പാരമ്പര്യവും രണ്ടുടമ്പളികളും ചേർന്ന ഈ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ആവിഷ്കാരം പ്രവാസിയായി ലോകത്തിൽ ജീവിക്കുന്ന സഭയ്ക്ക് ദൈവത്തെ കണ്ടെത്തുവാനുള്ള മുഖക്കണ്ണാടിയാണ് എന്ന് സഭ പറഞ്ഞു വയ്ക്കുന്നു. അപ്രകാരമുള്ള ഈ വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നാം കാണുന്നത് എന്ന് നാം കാണുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനോട് സംവദിക്കുവാൻ വന്ന, മനുഷ്യനോട് സംസർഗം ചെയ്യുവാൻ വന്ന ഈ ദൈവാവിഷ്കരണം, ദൈവത്തിൻ്റെ വെളിപാട് വിശുദ്ധ ഗ്രന്ഥമായി തീരുന്നതിൻ്റെ പുറകിൽ പ്രധാനമായും 6 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടാവും. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് വെളിപാടാണ്. ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തുന്ന, ദൈവം മുൻകൈയെടുത്ത് മനുഷ്യന് വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ അഥവാ വെളിപാട്. ദൈവിക രഹസ്യങ്ങളെ മനുഷ്യനൊരിക്കലും തൻ്റെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ പരിശ്രമം കൊണ്ടോ കണ്ടുപിടിക്കാനാവാത്തതും എത്തിച്ചേരാനാവാത്തതുമായ ദൈവിക രഹസ്യങ്ങളെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം അഥവാ വെളിപാട് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ദൈവാനുഭവമാണ്. വെളിപാട് നൽകപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളോ വ്യക്തികളുടെ കൂട്ടായ്മകളോ അല്ലെങ്കിൽ ചരിത്ര അനുഭവങ്ങളോ
സ്വീകരിക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്ന അനുഭവത്തെയാണ് ദൈവാനുഭവം എന്ന ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ സൂചിപ്പിക്കുക. അപ്രകാരം വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന ഒരു ദൈവജനം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ആ ദൈവജനത്തിനുണ്ടാവുന്ന ദൈവാനുഭവമാണ് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം. അങ്ങനെ ദൈവാനുഭവം, ദൈവം തങ്ങളെ സന്ദർശിക്കുന്ന, ദൈവം തങ്ങളോട് വെളിപ്പെടുത്തുന്ന, ദൈവം തങ്ങളിലൂടെ സംസാരിക്കുന്ന, തന്നെ വെളിപ്പെടുത്തുന്ന അനുഭവം സിദ്ധിച്ച മനുഷ്യരും മനുഷ്യ കൂട്ടായ്മകൾക്കുള്ളിലാണ് ഈ ദൈവവചനം പിന്നീട് നാം കണ്ടെത്തുക, ദൈവിക സത്യങ്ങൾ നാം കണ്ടെത്തുക. അപ്രകാരം വെളിപ്പെടുത്തപ്പെട്ട അനുഭവവേദ്യമായ ദൈവാനുഭവങ്ങളെ പ്രഘോഷണം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇപ്രകാരം തങ്ങൾ അനുഭവിച്ച ദൈവത്തെ വ്യക്തികളായി, സമൂഹങ്ങളായി പല സ്ഥലങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നു. പ്രവാചകന്മാർ ജനങ്ങളുടെ മധ്യത്തിലും പുരോഹിതന്മാർ ദേവാലയങ്ങളിലും ഇപ്രകാരം പ്രഘോഷിക്കപ്പെടുന്ന ദൈവാനുഭവം ഒരു വ്യക്തിയിൽ നിന്ന് അനേക മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നു. ഇപ്രകാരം വ്യാപിക്കുന്നതിനെയാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് നാം പറയുക, പ്രഘോഷണം എന്ന് നാം പറയുക. ഇപ്രകാരം പ്രഘോഷിക്കപ്പെടുന്ന ദൈവാനുഭവം, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യം പിന്നീട് അത് രേഖപ്പെടുത്തി വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രചോദനത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിനാലും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ, ദൈവം മനുഷ്യൻ്റെ ഭാഷകളിലൂടെ, മനുഷ്യൻ്റെ സംവേദന ശക്തികളിലൂടെ, സർഗാത്മകതകളിലൂടെ അത് വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ അതനുഭവിച്ച് മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് തന്നെ അത് ലിഖിതമായി സൂക്ഷിക്കുന്നു, രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളെയാണ് ദൈവനിവേശിത ഗ്രന്ഥം എന്ന് സഭ നമുക്ക് പറഞ്ഞു നൽകുമ്പോൾ, അപ്രകാരം രേഖപ്പെടുത്തിക്കപ്പെട്ട പല പുസ്തകങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളായി സഭ നമുക്ക് നൽകുകയും അത് നാം സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. അപ്രകാരം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ ദൈവനിവേശിതമെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവനിവേശിതമെന്ന് മനസ്സിലാക്കി, ദൈവനിവേശിതമെന്ന് സഭ നമുക്ക് നൽകപ്പെടുന്ന ഔദ്യോഗികമായ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിനാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഗണത്തിനാണ് കാനോനിക ഗ്രന്ഥങ്ങളെന്ന് സഭ വിവക്ഷിക്കുക. അപ്രകാരം കാനോനികം അഥവാ വിശ്വാസത്തിൻ്റെ അളവുകോൽ എന്നർത്ഥമുള്ള, വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ക്രൈസ്തവനും ലോകത്തിനും അളവുകോലായി നൽകപ്പെടുന്ന ദൈവിക വെളിപാടുകളുടെ ഗ്രന്ഥശേഖരമാണ് കാനോനിക ഗ്രന്ഥങ്ങളെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്രകാരമുള്ള ഈ കാനോനികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ ഈ സമാഹാരമാണ്, അല്ലെങ്കിൽ കാനോനികമായി നൽകപ്പെടുന്ന, കാനോനികമാക്കപ്പെടുന്ന, കാനോനികമായി അംഗീകരിക്കപ്പെടുന്നതാണ് അതിൻ്റെ അടുത്ത ഘട്ടം. അപ്രകാരം അഞ്ചാമത്തെ ഘട്ടത്തിൽ കാനോനികത എന്നുള്ള കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നാം സ്വീകരിച്ച് വായിക്കുന്നതിൻ്റെ മറ്റൊരു ഘട്ടം. ആറാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഇപ്രകാരം കാനോനികമായി നൽകപ്പെട്ട ഗ്രന്ഥങ്ങളെ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടും മറ്റു ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്തുകൊണ്ടുമൊക്കെ മറ്റു ഭാഷകളിലേക്ക്, അനേക ഭാഷകളിലൂടെ അനേക ജനതകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് ആറാമത്തെ കാലഘട്ടം. ഇപ്രകാരം ക്രൈസ്തവ മതം വ്യാപിച്ച ഓരോ സ്ഥലങ്ങളിലും, ഓരോ ഭാഷകളിലും, ഓരോ സംസ്കൃതികളിലേക്കും ഈ കാനോനിക ഗ്രന്ഥങ്ങൾ വ്യാപിക്കപ്പെടുന്ന ഒരു വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കാനാവും. അപ്രകാരം വ്യാപിച്ച, അല്ലെങ്കിൽ അപ്രകാരം പ്രഘോഷിക്കപ്പെട്ട, വ്യാപിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥവചനങ്ങളെ പിന്നീട് വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യമുണ്ടാകുന്നു. കാരണം അനേക വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ഭാഷയിൽ, മറ്റൊരു സംസ്കാരത്തിൽ, മറ്റൊരു അവസ്ഥയിൽ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെ വർഷങ്ങൾക്ക് ശേഷം വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമായി തീരുന്നു. അപ്രകാരം വ്യാഖ്യാനമെന്ന പ്രക്രിയയിലൂടെ ഈ ദൈവവചനം ഓരോ ഭാഷകളിലും, ഓരോ ഗോത്രങ്ങളിലും, ഓരോ സംസ്കാരങ്ങളിലും ജനവുമായി, ദൈവജനവുമായി സംവദിക്കപ്പെടുന്നു.
അപ്രകാരം ആത്യന്തികമായി വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, അനന്യവചനം അനേക ഘട്ടങ്ങളിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. നാം ഇപ്രകാരം കണ്ട ഘട്ടങ്ങളെന്ന് പറയുന്നത്, ഒന്നാമതായി വെളിപാട്, രണ്ടാമതായി ദൈവാനുഭവം, മൂന്നാമതായി പ്രഘോഷണം, നാലാമതായി രചന, അഞ്ചാമതായി കാനോനികത, ആറാമതായി വ്യാപനം, ഏഴാമതായി വ്യാഖ്യാനം എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് തിരുവചനം നമ്മുടെ കൈകളിൽ എത്തിയതിൻ്റെ പിന്നിലുള്ള ദൈവികമായ ഇടപെടലെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തെയും പറ്റി നമുക്ക് ആകുവാൻ സാധിക്കുന്നത്. ഇപ്രകാരം വിശുദ്ധ ബൈബിളിൻ്റെ കാനൻ രൂപപ്പെടുകയും അപ്രകാരം 73 ഗ്രന്ഥങ്ങളുള്ള ഗ്രന്ഥസമാഹാരം കാനോനിക ഗ്രന്ഥമായി ഓരോ ക്രൈസ്തവനും നൽകപ്പെടുമ്പോൾ അത് വായിക്കുവാനും ധ്യാനിക്കുവാനും ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും വിശ്വസിക്കുവാനും കടമയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. കാനോനികം എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങളാണ് നാം പ്രധാനമായും ഇതിൽ നിന്നും സഭ നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ. ഒന്നാമതായി, ഈ 73 ഗ്രന്ഥങ്ങളും വായിക്കുവാനും അത് വിശ്വസിക്കുവാനും അത് ധ്യാനിക്കുവാനും ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും ഓരോ ക്രൈസ്തവരും കടപ്പെടുന്നു എന്നാണ് അതിൻ്റെ സാരം. അപ്രകാരം നൽകപ്പെട്ട കാനോനിക ഗ്രന്ഥങ്ങളെ 2ആയി വിഭജിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഒന്നാമത്തെ ഭാഗം പഴയ ഉടമ്പടി അഥവാ പഴയ നിയമമെന്നും, രണ്ടാമത്തെ ഭാഗം പുതിയ ഉടമ്പടി അഥവാ പുതിയ നിയമമെന്നും നാം വിളിക്കുന്നു. അപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 73 പുസ്തകത്തെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് പഴയ നിയമമെന്നും രണ്ടാമത്തേത് പുതിയ നിയമമെന്നും. എന്തുകൊണ്ടാണ് ഇത് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും വിളിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. പഴയ ഉടമ്പടി എന്നുള്ളതായിരുന്നു അതിൻ്റെ ശരിയായ വിവർത്തനം. കാരണം പഴയ ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയാണ് പഴയ നിയമത്തിൻ്റെ സാരമെങ്കിൽ, സഭയാകുന്ന പുതിയ ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയാണ് രണ്ടാമത്തെ ഭാഗമായ പുതിയ ഉടമ്പടിയുടെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ പഴയ ഉടമ്പടിയുടെ പൂർത്തീകരണവും പൂർണ്ണതയും കാണപ്പെടുന്നത് പുതിയ ഉടമ്പടിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, പഴയ നിയമത്തിൽ പുതിയ നിയമം ഒളിഞ്ഞിരിക്കുന്നു, പുതിയ നിയമത്തിൽ പഴയത് വെളിവാക്കപ്പെടുന്നു. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാണെന്നും ഒന്നില്ലാതെ മറ്റത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്രകാരം പുതിയ നിയമവും പഴയ നിയമവും അടങ്ങിയ ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ താളുകളിലേക്കുള്ള ആഴമായ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. 46 ഗ്രന്ഥങ്ങളുള്ള പഴയ നിയമ കാനൻ അനുസരിച്ച് 46 ഗ്രന്ഥങ്ങളുള്ള പുസ്തകങ്ങളാണ് ക്രൈസ്തവ മതത്തിൻ്റെ കാനനിക ഗ്രന്ഥമായി നൽകപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമ കാനനിനെ പറ്റി ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാവുന്നതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാനാനുകൾ അല്ലെങ്കിൽ ദൈവനിവേശിതമെന്ന് തിരിച്ചറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ രൂപീകരിക്കപ്പെട്ടതും അതപ്രകാരം ക്രോഡീകരിക്കപ്പെട്ടതും നൂറ്റാണ്ടുകളുടെ സാവകാശവും ക്രമാനുഗതമായ പ്രക്രിയയിലൂടെയുമാണെന്ന് നമുക്കറിയാം. കാനാൻ്റെ രൂപീകരണത്തെപ്പറ്റി പഴയ നിയമത്തിൽ തന്നെ സൂചനകളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, വാഗ്ദാന പേടകത്തിൽ തോറ സൂക്ഷിക്കണമെന്ന് മോശയോട് പറയുന്ന ഗ്രന്ഥഭാഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിയമഗ്രന്ഥവും ജോഷുവയുടെ പുസ്തകവും വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. ജെറുസലേം ദേവാലയം പണിതതിന് ശേഷം ആ ബൃഹത്തായ ദേവാലയത്തിൻ്റെ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്ന ഭാഗങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തോറയുടെ പ്രതികൾ സൂക്ഷിച്ചിരുന്നു എന്ന് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 31-ാം അധ്യായം 9 മുതൽ 26 വരെയുള്ള വചനങ്ങളിലും 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 8-ാം വചനത്തിനും സൂചന നൽകുമ്പോൾ പഴയ നിയമത്തിൽ തന്നെ
വിശുദ്ധ ഗ്രന്ഥ കാനാനുകളുടെ രൂപീകരണം യഹൂദന്മാരുടെ കാലത്ത് തന്നെ നിലനിന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ കാലം മുന്നോട്ട് പോയി AD 90 സിനഡൽ സംവിധാനമായ സെൻഹെദ്രീൻ സംഘത്തിൻ്റെ തുടർച്ചയായ ജാമ്യ കൗൺസിൽ കൂടുകയും യഹൂദരുടെ മതഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമ ഗ്രന്ഥത്തിൻ്റെ കാനൻ 39 നിജപ്പെടുത്തുകയും ചെയ്തുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. AD 90 നടന്ന ജാമ്യ കൗൺസിൽ വെച്ച് യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന 2 കാനാനുകളിൽ പാലസ്തീൻ കാനാനെ മാത്രം യഹൂദർ സ്വീകരിക്കുകയും അതേ സമയത്ത് തന്നെ AD 180കളിൽ രൂപപ്പെട്ട യഹൂദരുടെ ഇടയിൽ തന്നെ രൂപപ്പെട്ടിരുന്ന അലക്സാണ്ട്രിയൻ കാനൻ വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്തുവെന്ന് ചരിത്രം നമ്മോട് പറയുന്നു. അപ്പോൾ ഏതാണ്ട് 2-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിൽ 2 കാനാനുകൾ ഉണ്ടായിരുന്നു. പഴയ നിയമത്തെപ്പറ്റി യഹൂദരിടയിൽ തന്നെ 2 കാനാനുകൾ നിലനിന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ യഹൂദർ ഒഴിവാക്കിയ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് ജ്ഞാനം, പ്രഭാഷകൻ, 1-2 മക്കബയർ, യൂദിത്ത്, തോബിത്ത്, എസ്തേർ എന്നീ ഗ്രന്ഥങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യഹൂദർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ട്രിയൻ കാനാനിൽ നിന്നും AD 90 ജാമ്യ കൗൺസിലിൽ വച്ച് തന്നെ 7 പുസ്തകങ്ങളെ തള്ളിക്കൊണ്ട് യഹൂദർ തന്നെ പഴയ അവരുടെ പാലസ്തീനൻ കാനാനിലേക്ക് തിരിച്ചുപോയി എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ക്രിസ്തുമതം രൂപപ്പെട്ടപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ ആശയങ്ങളും ക്രിസ്തുമതത്തിലേക്ക് വന്ന അനേകരും ഗ്രീക്ക് ഭാഷ വശമുള്ളവരായിരുന്നതിനാലും ഗ്രീക്ക് ഭാഷയോട് കൂടുതൽ അടുത്തു നിന്നിരുന്നതിനാലും പഴയ നിയമത്തിൻ്റെ അലക്സാണ്ട്രിയൻ കാനനാണ് സ്വീകരിച്ചത്. AD 180കളിൽ ഹീബ്രു ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത സപ്തതിയിൽ 46 ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അപ്രകാരം 46 ഗ്രന്ഥങ്ങളുണ്ടായിരുന്ന അലക്സാണ്ട്രിയൻ കാനനാണ് ക്രിസ്തുമതം തങ്ങളുടെ പഴയ നിയമ ഉടമ്പടിയായി പഴയ നിയമ ഗ്രന്ഥമായി സ്വീകരിച്ചത്. എന്നാൽ ക്രിസ്തുമതത്തോടുള്ള വെറുപ്പും വിദ്വേഷവും എതിർപ്പും ഉണ്ടായിരുന്നതിനാൽ യഹൂദർ അവരുടെ പഴയ കാനനിലേക്ക് തിരിച്ചു പോകുകയും 39 നിജപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ക്രിസ്തുമതം തങ്ങളുടെ പഴയ നിയമ ഗ്രന്ഥമായി സ്വീകരിച്ചത് യഹൂദരിടയിൽ തന്നെ പ്രചാരത്തിനുണ്ടായിരുന്ന ഗ്രീക്ക് കാനനായ അലക്സാണ്ട്രിയൻ കാനനാണ്. അതിൽ 46 ഗ്രന്ഥങ്ങളുമുണ്ടായിരുന്നു. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പിന്നീട് മാർട്ടിൻ ലൂതർ 1547 പ്രൊട്ടസ്റ്റൻ്റ് മതം പ്രചാരത്തിൽ വരികയും പ്രൊട്ടസ്റ്റൻ്റ് മതത്തിലുള്ളവർ യഹൂദരുടെ പാലസ്തീനിയൻ കാനനെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യഹൂദരുടെ പാലസ്തീനിയൻ കാനൻ പോലെ തന്നെയാണ് പ്രൊട്ടസ്റ്റൻ്റുകാരുടെ പഴയ നിയമ കാനൻ കാണപ്പെടുന്നത്. ആ പുസ്തകത്തിൽ 66 ഗ്രന്ഥങ്ങളാണുള്ളത്. ക്രിസ്തുമതത്തിൽ, ക്രൈസ്തവ മതത്തിൽ 46 ഗ്രന്ഥങ്ങളുള്ളപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രന്ഥങ്ങളിൽ 39 പുസ്തകങ്ങൾ കാണപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മാർട്ടിൻ ലൂതർ ഇപ്രകാരമുള്ള ഒരു പ്രസ്താവ്യം അല്ലെങ്കിൽ അവരുടെ കാനൻ പുറത്തിറക്കുന്നതിന് മുൻപ് തന്നെ ലത്തീൻ ഭാഷയിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 104 കോപ്പികളും ഇറ്റാലിയൻ ഭാഷയിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 40 പ്രതികളും ഫ്രഞ്ച് ഭാഷയിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ 18 പ്രതികളും മറ്റ് ഭാഷകളിലെല്ലാം ചേർത്ത് 464 പ്രതികളും ചേർത്ത് 626ഓളം പഴയ നിയമ ഗ്രന്ഥ പ്രതികൾ നിലനിന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ചരിത്രം നമ്മുടെ മുമ്പിൽ വച്ചു നീട്ടുമ്പോൾ ആ പുസ്തകത്തിലൊക്കെ 46 ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുമ്പോഴാണ് പ്രൊട്ടസ്റ്റൻ്റ് കാനൻ്റെ വൈരുദ്ധ്യത്തെപ്പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും നമുക്ക് മനസ്സിലാകാനാവുക. അപ്പോൾ പഴയ നിയമ ഗ്രന്ഥത്തിലെ ഈ രക്ഷാകര പദ്ധതി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യകുലത്തെ ലക്ഷ്യമാക്കി, മാനവരാശിയെ മുഴുവൻ ലക്ഷ്യമാക്കി രക്ഷയ്ക്ക് വേണ്ടി ഒരു ജനതയെ തിരഞ്ഞെടുത്ത്
വാഗ്ദാനം നൽകി മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ നമുക്ക് മനസ്സിലാക്കാനാവും. ഈ പദ്ധതി പൂർണ്ണമാകുന്നത് സർവ്വലോകത്തിൻ്റെയും രക്ഷകനായ മെശിഹായിക രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോഴാണ്. അപ്രകാരം പഴയ നിയമം മുഴുവനും വിശാലമായി കിടക്കുന്ന രക്ഷാകര സത്യങ്ങളാണ് 46 ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുക. വ്യക്തികളിലൂടെയും ചരിത്ര സംഭവങ്ങളിലൂടെയുമൊക്കെ തുറന്നു നൽകുന്ന രക്ഷാനുഭവത്തിൻ്റെ വെളിപാടാണ് പഴയ നിയമത്തിൽ മുഴുവൻ നാം കാണുക എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്രകാരം പഴയ നിയമ ഗ്രന്ഥത്തെ പൊതുവായി 4 തിരിക്കുന്നതായി നമുക്ക് കാണാനാവും. 4 ഭാഗങ്ങളായി ഈ പഴയ നിയമ ഗ്രന്ഥത്തെ തിരിച്ചിരിക്കുന്നു. പഴയ ഉടമ്പടിക്ക് 4 ഉപവിഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഭാഗത്തിന് പറയുന്നത് പഞ്ചഗ്രന്ഥി എന്നാണ്. ഇംഗ്ലീഷിൽ അതിന് പെൻറ്ററ്റുക്ക് എന്ന് പറയും. രണ്ടാമത്തെ ഭാഗം ചരിത്ര ഗ്രന്ഥങ്ങളാണ്. മൂന്നാമത്തെ ഉപവിഭാഗം വിജ്ഞാന ഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കുക. നാലാമത്തേതാകട്ടെ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്നാണ് നാം വിളിക്കുക. എന്നാൽ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉപവിഭാഗങ്ങൾ ഇപ്രകാരമല്ല കാണപ്പെടുന്നത്. അവർക്ക് വ്യത്യസ്തമായ ഒരു വിഭജനമാണ് നാം കാണുന്നത്. എന്നാൽ കത്തോലിക്കരെ സംബന്ധിച്ച് പഴയ നിയമത്തെ പ്രധാനമായും 4 വിഭജിച്ചിരിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ പഞ്ചഗ്രന്ഥി, ചരിത്ര ഗ്രന്ഥങ്ങൾ, വിജ്ഞാന ഗ്രന്ഥങ്ങൾ, പ്രവാചക ഗ്രന്ഥങ്ങൾ. പഞ്ചഗ്രന്ഥിയിൽ 5 ഗ്രന്ഥങ്ങളാണുള്ളത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. അപ്രകാരം 5 ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരമാണ് ആദ്യത്തെ ഉപവിഭാഗം. രണ്ടാമത്തെ ചരിത്ര ഗ്രന്ഥത്തിലാകട്ടെ 16 പുസ്തകങ്ങളാണുള്ളത്. ജോഷുവ മുതൽ 2 മക്കബയർ വരെയുള്ള പുസ്തകങ്ങളെയാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് വിവക്ഷിക്കുക. വിജ്ഞാന ഗ്രന്ഥങ്ങളിൽ 7 ഗ്രന്ഥങ്ങളാണുള്ളത്. ജോബ് മുതൽ പ്രഭാഷകൻ വരെയുള്ള പുസ്തകങ്ങൾ. പ്രവാചക ഗ്രന്ഥങ്ങളെ 18 പുസ്തകങ്ങളിലുള്ള പ്രവാചക ഗ്രന്ഥങ്ങളെ 2 ഭാഗങ്ങളായി കാണാം. ഒന്ന് 6 വലിയ പ്രവാചകന്മാരും 12 ചെറിയ പ്രവാചകന്മാരും. ഇപ്രകാരം 46 ഗ്രന്ഥങ്ങളാണ് പഴയ ഉടമ്പടിയിൽ അഥവാ പഴയ നിയമത്തിൽ നാം കാണുക. ഇപ്രകാരമുള്ള വിഭജനത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. പഞ്ചഗ്രന്ഥത്തെ പറ്റിയുള്ള ആഴമായ ചില ചിന്തകൾ നമുക്ക് നോക്കാം. ഗ്രീക്ക് ഭാഷയിൽ പെൻറ്ററ്റെക്കോയ് എന്ന വാക്കാണ് പഞ്ചഗ്രന്ഥിക്ക് ഉപയോഗിക്കുക. പെൻറ്റ എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. ടെക്കോയ് എന്ന് പറഞ്ഞാൽ ചുരുളുകൾ. സഭാപിതാവായ ഒറിജിനാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25-ാം വാക്യം വ്യാഖ്യാനിച്ചപ്പോഴാണ് ഈ വാക്ക് പഞ്ചഗ്രന്ഥി എന്ന വാക്ക് ആദ്യമായി ഒറിജിൻ പ്രയോജനപ്പെടുത്തിയത്. പഞ്ചഗ്രന്ഥിക്ക് 5 ഭാഗങ്ങളുണ്ട് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ 5ആയി അതിനെ വിഭജിക്കാം എന്ന രീതിയിലാണ് അതിന് പഞ്ചഗ്രന്ഥി എന്ന വാക്ക് നൽകിയിരിക്കുന്നത്. 5 ചുരുളുകളിൽ എഴുതപ്പെട്ടു എന്നുള്ള ഒരു സൂചനയാണ് ഈ പഞ്ചഗ്രന്ഥി എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ പെൻറ്ററ്റെക്കോയ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. നമുക്കറിയാവുന്നതുപോലെ പഴയ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെ പേപ്പറുകളോ പേനയോ മറ്റെഴുത്ത് സാമഗ്രികളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തുകൽ ചുരുളുകളിലായിരുന്നു രേഖപ്പെടുത്തുവാൻ ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരുന്ന പഞ്ചഗ്രന്ഥിയെ BC 4-5 നൂറ്റാണ്ടുകളിൽ സൗകര്യത്തെ പ്രതി, ഉപയോഗത്തിനുള്ള സാധ്യതകളെ പ്രതി അത് വിഭജിക്കപ്പെട്ടു. 5ആയി അതിനെ വിഭജിച്ചു. അപ്രകാരമാണ് പഞ്ചഗ്രന്ഥം എന്ന രീതിയിൽ അതിനെ കാണപ്പെടുക. BC 1-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ 5 ഗ്രന്ഥങ്ങൾക്ക് പലതരത്തിലുള്ള പേരുകൾ നൽകപ്പെട്ടു. മിക്കവാറും പഞ്ചഗ്രന്ഥിയെ വിളിച്ചിരുന്ന മറ്റൊരു വാക്കാണ്, അല്ലെങ്കിൽ യഹൂദർ പഞ്ചഗ്രന്ഥിയെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് തോറ. ഹീബ്രു ഭാഷയിൽ പഞ്ചഗ്രന്ഥി അഥവാ നിയമം എന്നതിനുള്ള വാക്കാണ് തോറ. അതിന് തത്തുല്യമായ ഗ്രീക്ക് വാക്ക് നോമോസ് അഥവാ നിയമം എന്നാണ്. അപ്പോൾ യഹൂദരുടെ നിയമപുസ്തകമായിരുന്നു പഞ്ചഗ്രന്ഥി. ഈ പഞ്ചഗ്രന്ഥിക്ക് നിയമം എന്ന പേര് ഉൾക്കൊള്ളുന്ന തോറ എന്നും നോമോസ് എന്നും വിളിക്കുന്നതിനോടൊപ്പം തന്നെ, പ്രധാനമായും അതിന് നിയമഗ്രന്ഥം എന്ന് വിളിച്ചിരുന്നതിനോടൊപ്പം തന്നെ
വ്യത്യസ്തമായ മറ്റു പല പേരുകളും നൽകപ്പെട്ടിരുന്നു. ഉദാഹരണമായി മോശയുടെ നിയമം, മോശയുടെ നിയമപുസ്തകം, മോശയുടെ പുസ്തകം എന്നീ വ്യത്യസ്തമായ നാമങ്ങൾ ഇതിന് നൽകപ്പെട്ടിരുന്നു. ഇപ്രകാരം മോശയുടെ നിയമങ്ങൾ എന്ന് വിളിച്ചിരുന്നത് പുതിയ നിയമഗ്രന്ഥത്തിൽ നമുക്ക് കാണാനാവും. മർക്കോസിൻ്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വചനത്തിൽ മോശ എഴുതി എന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രപുരുഷനായ മോശ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് പഞ്ചഗ്രന്ഥം മുഴുവനും പ്രതിപാദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോശയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന് പൊതുവെ നാം മനസ്സിലാക്കുക. പഞ്ചഗ്രന്ഥത്തിൻ്റെ കുറേ ഭാഗങ്ങൾ മോശ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് മുഴുവനായും മോശ രേഖപ്പെടുത്തിയതെന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിൽ പോലും മോശയും മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങളും കേന്ദ്ര ഇതിവൃത്തമായ പഞ്ചഗ്രന്ഥി മോശയുടെ പേരിൽ തന്നെയാണ് മോശ ഗ്രന്ഥകർത്താവ് എന്ന രീതിയിലാണ് നാം മനസ്സിലാക്കുകയും നാം പഠിക്കുകയും ചെയ്യുന്നത്. പഞ്ചഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം അനേക നൂറ്റാണ്ടുകളിൽ പരന്നു കിടക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചഗ്രന്ഥത്തിന് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നമുക്ക് കാണാനാവുക. ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്കും ലത്തീൻ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തെ ഉൾക്കൊള്ളുന്ന തലക്കെട്ടുകളാണ് പഞ്ചഗ്രന്ഥിയിലെ ഓരോ പുസ്തകത്തിനും നൽകപ്പെട്ടിരിക്കുന്നത്. പഞ്ചഗ്രന്ഥിയിലെ ഓരോ പുസ്തകത്തിനും അതിൻ്റെ പേര് എപ്രകാരം ലഭിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഇതിൻ്റെ ഗ്രന്ഥകാരൻ അതെഴുതുമ്പോൾ അതിന് തലക്കെട്ടോ അതിന് ടൈറ്റിൽസോ ഒന്നും നൽകിയിരുന്നില്ല. കാരണം പ്രാചീന കാലങ്ങളിൽ ഇന്നത്തേതുപോലെ പുസ്തകത്തിന് തലക്കെട്ട് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല എന്നും മാത്രമല്ല ഇതൊരു ഗ്രന്ഥകാരൻ ഇരുന്ന് എഴുതിയതല്ല എന്നും നാം മനസ്സിലാക്കുമ്പോൾ, അനേക നൂറ്റാണ്ടുകളിലൂടെ അനേക വ്യക്തികളിലൂടെ അനേക സമയങ്ങളിലൂടെയാണ് ഇത് ക്രോഡീകരിക്കപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു തലക്കെട്ട് ഒരു പ്രത്യേക ഗ്രന്ഥകാരൻ നൽകി മനസ്സിലാക്കുന്നതല്ല അതിൻ്റെ സത്യം. എന്നാൽ അത് ഗ്രീക്ക് ഭാഷയിലേക്കും ലത്തീൻ ഭാഷയിലേക്കുമൊക്കെ വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഉൾക്കൊള്ളുന്ന ചില വാക്കുകളാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. അപ്രകാരം ഒന്നാമത്തെ പുസ്തകത്തിന് ഉൽപ്പത്തി എന്നും, രണ്ടാമത്തെ പുസ്തകത്തിന് പുറപ്പാടെന്നും, മൂന്നാമത്തെ പുസ്തകത്തിന് ലേവ്യരെന്നും, നാലാമത്തെ പുസ്തകത്തിന് സംഖ്യ എന്നും, അഞ്ചാമത്തെ പുസ്തകത്തിന് നിയമാവർത്തനമെന്നും പേര് നൽകുമ്പോൾ ആ ഗ്രന്ഥം ഉൾക്കൊള്ളുന്ന ഉള്ളടക്കമാണ് സൂചിപ്പിക്കുക. ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി എന്ന പുസ്തകത്തിൻ്റെ പ്രമേയം ഉത്ഭവം, ജനനം, ആരംഭം തുടങ്ങിയ ഉള്ളടക്കമാണ് ആ ഗ്രന്ഥത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാടിൽ യാത്ര, പുറത്തു കടക്കൽ തുടങ്ങിയ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ചരിത്രപ്രധാനമായ ചില അനുഭവങ്ങളുടെയും ചില സംഭവങ്ങളുടെയും ഒക്കെ വിവരണവും ദൈവശാസ്ത്രവും ഉൾക്കൊള്ളുന്നതിനാൽ അതിനപ്രകാരമുള്ളൊരു പേര് നൽകപ്പെട്ടു. ലേവ്യർ എന്ന പുസ്തകത്തിൽ ലേവി ഗോത്രത്തെപ്പറ്റിയും അവരുടെ ചരിത്ര സാധ്യതകളെപ്പറ്റിയും വിവിധ തരത്തിലുള്ള ആരാധനാക്രമത്തെപ്പറ്റിയും അത് സൂചിപ്പിക്കുന്നത് കൊണ്ട് അതിനപ്രകാരമുള്ള ഒരു നാമം നൽകപ്പെട്ടു. സംഖ്യയുടെ പുസ്തകത്തിലാകട്ടെ ഇസ്രായേലിൻ്റെ കണക്കെടുപ്പിനെ പറ്റിയും അവരുടെ രാഷ്ട്രീയമായ സാധ്യതകളെപ്പറ്റിയും 40 വർഷം നീണ്ടുനിന്ന അവരുടെ യാത്രയെപ്പറ്റിയും സീനായി മല മുതൽ മൊവാബ് വരെയുള്ള ഇസ്രായേലിൻ്റെ സുദീർഘമായ 40 വർഷത്തെ യാത്രയും അതിനിടയിൽ നടക്കുന്ന കണക്കെടുപ്പും അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളും വിവരിക്കുന്നതിനാൽ അതിനെ സംഖ്യ എന്ന പുസ്തകത്തിൻ്റെ പേര് തലക്കെട്ടായി നൽകപ്പെട്ടു. നിയമാവർത്തന പുസ്തകമാവട്ടെ അതിൻ്റെ നിയമത്തിൻ്റെ 2ാം പതിപ്പ് എന്നുള്ള രീതിയിലാണ് അപ്രകാരം നൽകപ്പെട്ടത്. എന്നാൽ പലപ്പോഴും നിയമാവർത്തനം ഒരു 2ാം നിയമം എന്ന രീതിയിൽ അതിനെ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിയമത്തിൻ്റെ ഒരു 2ാം പകർപ്പ് ആ അർത്ഥത്തിലാണ് നിയമാവർത്തനം എന്ന ആ തലക്കെട്ട് അത് നൽകിയിരിക്കുന്നത്. പഞ്ചഗ്രന്ഥി മുഴുവൻ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് പരസ്പര ബന്ധമുള്ള സംഭവങ്ങളെ ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ കോർത്തിണക്കിയിരിക്കുന്നതായി നമുക്ക് കാണാനാവും.
പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ മോശയുടെ മരണം വരെയുള്ള ഒരു നീണ്ട ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെയും സംഭവങ്ങളെയും ഒരു പുസ്തകത്തിൽ ഒരു ചരടിലെന്നതുപോലെ കോർത്തിണക്കിയിരിക്കുന്നത് നമുക്ക് കാണാനാവും. ദൈവം തനിക്കായി ഒരു ജനതയെ തിരഞ്ഞെടുക്കുന്നതും തനതായ വ്യക്തിത്വവും തനതായ നിലനിൽപ്പും നൽകി അതിനെ വളർത്തി രക്ഷയുടെ ഒരു ഉപകരണമാക്കി എപ്രകാരം മാറ്റുന്നു എന്നാണ് ഈ പഞ്ചഗ്രന്ഥിയുടെ ഉള്ളടക്കം തന്നെ പ്രതിപാദിക്കുക. പഞ്ചഗ്രന്ഥി മനസ്സിലാക്കുന്നതിന് മുൻപ് പഞ്ചഗ്രന്ഥി രേഖപ്പെടുത്തുന്നതിന് പുറകിലുള്ള 4 പാരമ്പര്യങ്ങൾ മനസ്സിലാക്കുന്നത് പഞ്ചഗ്രന്ഥം മനസ്സിലാക്കുന്നതിന് കൂടുതൽ എളുപ്പവും അത് വ്യക്തതയോടെ മനസ്സിലാക്കുന്നതിന് സഹായകരവുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പഞ്ചഗ്രന്ഥിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം നോക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടതിൻ്റെ പുറകിലുള്ള ഒരു പാരമ്പര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥരചനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ദൈവം വെളിപ്പെടുത്തിയതിന് ശേഷം ആ വെളിപ്പെടുത്തപ്പെട്ട അനുഭവങ്ങൾ സ്വീകരിച്ച മനുഷ്യർ അത് സ്വീകരിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകളിലേക്കും അധ്യാപകർ തങ്ങളുടെ കുട്ടികളിലേക്കും ആരാധനാ സ്ഥലങ്ങളിൽ തൻ്റെ ദൈവജനത്തിലേക്കും പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. അപ്രകാരം ഈ ദൈവാനുഭവം സൂക്ഷിച്ചു വെച്ച ദൈവിക വെളിപ്പെടുത്തലിനോടൊപ്പം ദൈവത്തിൻ്റെ അനുഭവം സൂക്ഷിച്ചു വെച്ച് കൈമാറിയ ഒരു സമൂഹത്തെയാണ് പാരമ്പര്യം എന്നുകൊണ്ട് നാം വിവക്ഷിക്കുക. പഞ്ചഗ്രന്ഥം രൂപപ്പെടുന്നതിൻ്റെ പുറകിലും ഇപ്രകാരം പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്രകാരമുള്ള പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും ഒരേ കാര്യം തന്നെ സമാനതകളോടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതും ഇല്ലെങ്കിൽ ഒരു കാര്യം തന്നെ അല്പം വ്യത്യസ്തതയോടുകൂടി നാം വീണ്ടും കാണുന്നതും. ചില സ്ഥലങ്ങളിൽ ഒരേ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ചില സംഭവങ്ങളിൽ അല്പം വ്യത്യസ്തതയോടുകൂടി അത് വീണ്ടും വിവരിച്ചിരിക്കുന്നത് നാം കാണാം. അപ്പോൾ വാക്കുകളുടെയും സംഭവങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ ഈ ആവർത്തനം എന്തുകൊണ്ട് വന്നു എന്നൊരു ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് ഈ വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് പുറകിൽ അനേക വ്യക്തികളും അനേക പാരമ്പര്യങ്ങളും ഉണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മളെ കൊണ്ടെത്തിക്കുക. ഉദാഹരണമായി നാം നോക്കുകയാണെങ്കിൽ പഞ്ചഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൃഷ്ടിയുടെ വിവരണം. പഞ്ചഗ്രന്ഥത്തിലെ സൃഷ്ടി വിവരണം 2 വിവരണങ്ങൾ നമുക്ക് കാണാനാവും. 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും സൃഷ്ടിയുടെ 2 വിവരണങ്ങളെപ്പറ്റി നാം മനസ്സിലാക്കാറുണ്ട്. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് പല പാരമ്പര്യങ്ങൾ സംയോജിച്ചപ്പോഴുണ്ടായ വളർച്ചയും പല പാരമ്പര്യങ്ങളുടെ വ്യത്യസ്തമായ ദൈവിക അനുഭവങ്ങളും ദൈവിക കാഴ്ചപ്പാടുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്രകാരം ആവർത്തിപ്പിക്കപ്പെടുന്നതിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ ഡബിളറ്റ്സ് അഥവാ ആവർത്തനങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. ഒരേ കാര്യം തന്നെ ഒരുപോലെ തന്നെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അല്പം വ്യത്യാസത്തോടു കൂടി മറ്റൊരു സ്ഥലത്ത് ആവർത്തിക്കുക. ഇതിനെയാണ് ആവർത്തനം എന്നുകൊണ്ട് നാം വിവക്ഷിക്കുക. അപ്രകാരമുള്ള പല ഭാഗങ്ങളും പഞ്ചഗ്രന്ഥിയിൽ നമുക്ക് കാണാനാവും. ഹാഗാറിൻ്റെ പലായനം, ഉടമ്പടി, ഇസഹാക്കിൻ്റെ ജനനം, ഇപ്രകാരം ആവർത്തിക്കപ്പെടുന്ന അനേക പാഠ്യഭാഗങ്ങൾ, അനേകം ടെസ്റ്റുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വിവിധങ്ങളായ പാരമ്പര്യങ്ങളിൽ രൂപപ്പെട്ട ദൈവാനുഭവത്തിൻ്റെ ലിഖിതങ്ങളെ ഒന്നിച്ചു ചേർത്തതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പഞ്ചഗ്രന്ഥിയെ മനസ്സിലാക്കുന്നതിന് വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും 4 പാരമ്പര്യങ്ങളുടെ സങ്കലനമാണ് പഴയ നിയമത്തിൽ നാം കാണുക, പ്രത്യേകിച്ചും പഞ്ചഗ്രന്ഥിയിൽ നാം കാണുക. പഞ്ചഗ്രന്ഥി രൂപപ്പെടുന്നതിൻ്റെ പുറകിൽ 4 വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രധാനമായും ഈ 4 പാരമ്പര്യങ്ങളെ അടിസ്ഥാന രേഖകളോട് കൂട്ടിച്ചേർത്ത് വിശുദ്ധ ഗ്രന്ഥ രചന പുരോഗമിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള
വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമുക്ക് ലഭിച്ചത്. അപ്രകാരമുള്ള 4 പാരമ്പര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്നാമത്തേത് യാഹ്വസ്റ്റിക് പാരമ്പര്യം അഥവാ യഹോവ പാരമ്പര്യം. രണ്ടാമത്തേത് എലോഹീം പാരമ്പര്യം. മൂന്നാമത്തേത് നിയമാവർത്തന പാരമ്പര്യം. നാലാമത്തേത് പുരോഹിത പാരമ്പര്യം. 4 പാരമ്പര്യങ്ങൾ. ഒന്നാമത്തേത് യാഹ്വസ്റ്റിക് ട്രഡീഷൻ, രണ്ടാമത്തേത് എലോഹിസ്റ്റിക് ട്രഡീഷൻ, മൂന്നാമത്തേത് ഡ്യൂട്ടോണമിസ് ട്രഡീഷൻ, നാലാമത്തേത് പ്രീസ്ലി ട്രഡീഷൻ. ഇപ്രകാരം 4 പാരമ്പര്യങ്ങളാണ് പഴയ നിയമഗ്രന്ഥത്തിലെ പഞ്ചഗ്രന്ഥിയിൽ നാം കാണുക. ഏറ്റവും പുരാതനമായ പാരമ്പര്യമാണ് യാഹ്വിസ്റ്റിക് പാരമ്പര്യം അഥവാ യഹോവ പാരമ്പര്യം. ജെ എന്ന വാക്കുകൊണ്ടാണ് അത് സാധാരണമായി സൂചിപ്പിക്കുക. ജർമ്മൻ ഭാഷയിൽ യാഹ്വേ എന്നെഴുതുന്നതിൻ്റെ ആദ്യ അക്ഷരമായ ജെ എന്ന വാക്കാണ് യാഹ്വിസ്റ്റിക് പാരമ്പര്യത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുക. ഏറ്റവും പുരാതനമായ പഞ്ചഗ്രന്ഥിയിലെ പഴയ നിയമത്തിലെ പാരമ്പര്യമാണ് യാഹ്വിസ്റ്റിക് പാരമ്പര്യം. ഏകദേശം BC 10-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള സമയത്താണ് ഈ പാരമ്പര്യം രൂപപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ യഹോവയായി കണ്ടു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ യഹോവ എന്നാണ് അവർ വിളിച്ചിരുന്നത്, അഡ്രസ്സ് ചെയ്തിരുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരുന്നത് യാഹ്വേ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഈ പാരമ്പര്യത്തെ യാഹ്വിസ്റ്റിക് പാരമ്പര്യം എന്ന് പറയുക. യാഹ്വിസ്റ്റിക് പാരമ്പര്യത്തിലുള്ള ഗ്രന്ഥരചനകളിൽ ദൈവത്തെ അവർ വിളിക്കുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത് യാഹ്വേ എന്നാണ്. 2-ാം സൃഷ്ടി വിവരണത്തോടെയാണ് യാഹ്വിസ്റ്റിക് പാരമ്പര്യം പഞ്ചഗ്രന്ഥിയിൽ ആരംഭിക്കുക. പൂർവ്വപിതാക്കന്മാരുടെ കാലം തൊട്ട് മാറി മാറി വന്നിരുന്ന പാരമ്പര്യ കഥകളെ അല്ലെങ്കിൽ കഥകളെ ആസ്പദമാക്കി രചിക്കപ്പെട്ട ഈ പാരമ്പര്യത്തിൽ മെസൊപ്പൊട്ടാമിയയിലും മറ്റു സ്ഥലങ്ങളിലുമുള്ള വ്യത്യസ്തങ്ങളായ കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ മധ്യപൂർവ്വദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പല കഥകളുടെയും സഹായത്തോടു കൂടിയാണ് ഈ യാഹ്വിസ്റ്റിക് പാരമ്പര്യത്തിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവാനുഭവം ലിഖിതമാക്കി രൂപപ്പെടുത്തിയത്. യാഹ്വേ അല്ലാതെ മറ്റൊരു ദൈവമില്ല, യാഹ്വേ മറ്റ് ദൈവങ്ങളെക്കാളുമൊക്കെ ഉന്നതനും ശക്തനുമായ ഒരു ദൈവമാണ് എന്നവർ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. മറ്റു പാരമ്പര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലൊക്കെ ദൈവമുണ്ടായിരുന്നു. എന്നാൽ അവരിൽ നിന്നെല്ലാം ശക്തനും ധീരനും ബലവാനുമായ ഒരു ദൈവമാണ് യാഹ്വേ എന്നൊരു ചിന്തയായിരുന്നു ഈ യാഹ്വിസ്റ്റിക് പാരമ്പര്യത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നത്. ഇപ്രകാരം യാഹ്വിസ്റ്റിക് പാരമ്പര്യത്തോടൊപ്പം മറ്റൊരു പാരമ്പര്യം ക്രമേണ രൂപപ്പെട്ടു. ആ പാരമ്പര്യമാണ് നാം കണ്ടതുപോലെ എലോഹിസ്റ്റിക് പാരമ്പര്യം. BC 8-ാം നൂറ്റാണ്ടിലാണ് ഇപ്രകാരമുള്ള ഒരു പാരമ്പര്യം രൂപപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇവിടെ നാം കാണുന്ന പ്രത്യേകത, ദൈവത്തെ അവർ എലോഹീം എന്ന് വിളിച്ചു. യാഹ്വിസ്റ്റിക് പാരമ്പര്യത്തിൽ ദൈവത്തെ യാഹ്വേ എന്നവർ പേര് വിളിച്ചിരുന്നുവെങ്കിൽ, ദൈവത്തെ പേഴ്സണൽ നെയിമോടുകൂടി വിളിച്ചിരുന്നെങ്കിൽ, വ്യക്തിപരമായ പേരോടുകൂടി വിളിച്ചിരുന്നെങ്കിൽ, അതിനേക്കാൾ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴവും ദൈവാനുഭവത്തിൻ്റെ ആഴവും വർദ്ധിച്ച ഒരു പാരമ്പര്യം ക്രമേണ രൂപപ്പെട്ടപ്പോൾ, കാലം പുരോഗമിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വെളിപാട് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തെ പേര് വിളിക്കാൻ അവർ ഭയപ്പെട്ടു. നാം സാധാരണ വ്യക്തികളെ പേര് വിളിക്കുന്നത് ആരെയാണ്? നമുക്ക് തുല്യരോ നമുക്ക് താഴെയുള്ളവരെയാണ് നാം പേര് വിളിക്കാറുള്ളത്. നമ്മളെക്കാൾ ഉന്നതരായവരെയും നമ്മളെക്കാൾ ബഹുമാന്യരായവരെയും എല്ലാം നാം ഒരിക്കലും പേര് വിളിക്കാറില്ലല്ലോ. അപ്രകാരം തന്നെയാണ് ഇസ്രായേലിൻ്റെ ചരിത്രവും നമുക്ക് നൽകുന്ന പാഠം. ദൈവത്തെ അവർ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാക്കിയപ്പോൾ, ദൈവം കൂടുതൽ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ പേര് വിളിക്കാൻ ഭയപ്പെട്ടു. അതിന് പകരം അവർ ദൈവത്തെ ദൈവം എന്ന് വിളിച്ചു തുടങ്ങി. എലോഹീം, ഏൽ എലോഹീം എന്നൊരു പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നാമമാണ് ദൈവത്തിന് നൽകപ്പെട്ടിരുന്നത്. ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാനാവും. ശൈശവത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ശൈശവാവസ്ഥയിൽ അവർ ദൈവത്തെ മനസ്സിലാക്കിയതുപോലെ അല്ല കുറെ കൂടി വളർന്നപ്പോൾ അവർ ദൈവത്തെ മനസ്സിലാക്കിയത്. അപ്പോൾ അപ്രകാരമുള്ള ഒരു പാരമ്പര്യമാണ് എലോഹീം പാരമ്പര്യം എന്ന് നാം മനസ്സിലാക്കുന്നു.
അവർ ദൈവത്തെ എലോഹീം എന്ന് വിളിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 14-15 വചനം, ദൈവം തന്നെ വെളിപ്പെടുത്തി, പേര് വെളിപ്പെടുത്തിയതിനു ശേഷം, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയതിനു ശേഷം അവർ ദൈവത്തെ പിന്നീട് യാഹ്വേ എന്ന് വിളിച്ചില്ല, മറിച്ച് എലോഹീം എന്ന് വിളിച്ചു. അപ്രകാരം സമാനതകളില്ലാത്ത ഒരു ദൈവമായി ദൈവാനുഭവം വളർന്ന ഒരു കാലഘട്ടത്തിലാണ് യാവിസ്റ്റിക് പാരമ്പര്യം ഉണ്ടായതെന്ന് നാം മനസ്സിലാക്കുന്നു. തുടർന്ന് മൂന്നാമതായി നിയമാവർത്തന പാരമ്പര്യം നമുക്ക് കാണാനാവും. നിയമാവർത്തന പുസ്തകത്തിൽ മാത്രമാണ് ഈ പാരമ്പര്യം നമുക്ക് കാണാനാവുക. യാഹ്വിസ്റ്റിക് പാരമ്പര്യവും എലോഹിം പാരമ്പര്യവും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ നാം കാണുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ മാത്രമേ ഈ നിയമാവർത്തന പാരമ്പര്യം നാം കാണുന്നുള്ളൂ. BC 7-ാം നൂറ്റാണ്ടിലാണ് ഇത് രൂപപ്പെട്ടത് എന്നാണ് പൊതുവെ നാം മനസ്സിലാക്കുക. അങ്ങനെ നിയമാവർത്തന പുസ്തകം അല്ലെങ്കിൽ നിയമാവർത്തന പാരമ്പര്യം രൂപപ്പെടുമ്പോൾ അത് കുറേ കൂടി വളർന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ പാരമ്പര്യമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കുറേ കൂടി ദൈവാനുഭവം എന്ന് പറഞ്ഞ വ്യക്തികളുടെ ദൈവാനുഭവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ നിയമാവർത്തന പാരമ്പര്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വിശുദ്ധരഹിത ഭാഗങ്ങളിൽ നിന്നും പഞ്ചഗ്രന്ഥിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാവുക. നാലാമതായി പുരോഹിത പാരമ്പര്യം. പുരോഹിത പാരമ്പര്യം BC 6-നും 5-നും ഇടയിൽ രൂപപ്പെട്ടതാണ്. പാരമ്പര്യങ്ങളിൽ ഏറ്റവും പുതിയ പാരമ്പര്യമാണ് പുരോഹിത പാരമ്പര്യം. വടക്കൻ പ്രവിശ്യ, ഇസ്രായേലിൻ്റെ വടക്കൻ പ്രവിശ്യയിലെ ദേവാലയങ്ങൾ, അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഒരു പാരമ്പര്യമായി ഇതിനെ നാം മനസ്സിലാക്കുന്നു. പൗരോഹിത്യ വിധികളും ആരാധനകളുമൊക്കെ എപ്രകാരമായിരിക്കണമെന്നുള്ള വിധിമുറകൾ നൽകുന്ന, കുറേ കൂടി ദൈവാരാധനയിലേക്ക് കടന്നു വന്ന ഒരു സമൂഹത്തിൻ്റെ ദൈവാനുഭവമാണ് ഈ പുരോഹിത പാരമ്പര്യം എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്രകാരം ഈ 4 പാരമ്പര്യങ്ങളും സംയോജിപ്പിച്ചാണ് പഴയ നിയമഗ്രന്ഥത്തിൻ്റെ രചന നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അപ്രകാരമുള്ള ഈ പാരമ്പര്യങ്ങളുടെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അനുഭവിച്ച ഒരു ദൈവജനത്തിൻ്റെ അനുഭവമാണ് പഞ്ചഗ്രന്ഥയിലുടനീളം നാം കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടക്കുമ്പോൾ അതിൻ്റെ പേരുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാനാവും. ഉത്ഭവം, തുടക്കം, ആരംഭം എന്ന് കുറിക്കുന്ന അല്ലെങ്കിൽ എന്നർത്ഥം നൽകുന്നതാണ് ഉൽപ്പത്തി എന്ന വാക്ക് തന്നെ, അതിൻ്റെ തലക്കെട്ട് തന്നെ നമുക്ക് നൽകുക. അതുകൊണ്ട് തന്നെ എന്തിൻ്റെയൊക്കെ ഒരു ഉത്ഭവമാണെന്ന് ഇതിൻ്റെ വാക്ക് തന്നെ, ഇതിൻ്റെ തലക്കെട്ട് തന്നെ നമ്മോട് പറയുന്നുണ്ട്. എന്തിൻ്റെ ഉത്ഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് പ്രപഞ്ചത്തിൻ്റെ ആരംഭം, മനുഷ്യൻ്റെ ആരംഭം, മനുഷ്യൻ്റെ വളർച്ച, പാപത്തിൻ്റെ ആരംഭം, അതിൻ്റെ വളർച്ച, രക്ഷയുടെ ആരംഭം, അതിൻ്റെ വളർച്ച, ഇസ്രായേലിൻ്റെ ആരംഭം, അതിൻ്റെ വളർച്ച. ഇക്കാര്യങ്ങളാണ് പഞ്ചഗ്രന്ഥിയുടെ ഉള്ളടക്കം. ഇപ്രകാരമുള്ള അനേക വ്യക്തികളുടെയും അനുഭവങ്ങളുടെയും സംഭവങ്ങളുടെയും തുടക്കവും വളർച്ചയും ഉത്ഭവവും ആദിയും ആരംഭവുമാണ് ഉൽപ്പത്തി പുസ്തകം നമ്മോട് പറഞ്ഞു തരിക. ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന പാരമ്പര്യങ്ങൾ യാവിസ്റ്റിക് പാരമ്പര്യവും എലോഹിസ്റ്റിക് പാരമ്പര്യവും പ്രീസ്ലി പാരമ്പര്യവുമാണ്. യഹോവ പാരമ്പര്യവും എലോഹീം പാരമ്പര്യവും പുരോഹിത പാരമ്പര്യവും. അപ്രകാരം ഈ 3 പാരമ്പര്യങ്ങളുടെ സങ്കലനത്തിൽ, സംയോജിപ്പിൽ, 3 ദൈവാനുഭവങ്ങളുടെ സംയോജിപ്പിൽ രേഖപ്പെട്ട ഉൽപ്പത്തി പുസ്തകത്തിന് 50 അധ്യായങ്ങളുള്ള പുസ്തകങ്ങളായി ഇന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇന്ന് 50 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകത്തെ 2 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഒന്നാമത്തെ ഭാഗവും 12-ാം അധ്യായം മുതൽ 50 അധ്യായമുള്ള 2-ാമത്തെ ഭാഗവും. ഇപ്രകാരം 2 ഭാഗങ്ങളായി ഉൽപ്പത്തി പുസ്തകത്തെ തിരിച്ചിരിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ലോക ജനതയുടെ ആരംഭം വരെയുള്ള ചരിത്ര സംഭവങ്ങളെയാണ് 1-ാമത്തെ ഭാഗത്ത്, അഥവാ 1-ാം അധ്യായം മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുക.
ഈ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ 6 ചെറുഭാഗങ്ങളുണ്ട്. ഈ 6 ചെറുഭാഗങ്ങളിൽ ഒന്നാമത്തേത് പ്രപഞ്ച സൃഷ്ടിയാണ്. രണ്ടാമത്തേത് മനുഷ്യ സൃഷ്ടിയും പറുദീസായും. മൂന്നാമത്തേത് തിന്മയുടെ ഉത്ഭവം. നാലാമത്തേത് തിന്മയുടെ വളർച്ച. 5 ജലപ്രളയം. 6 ലോകജനതയുടെ ഉത്ഭവം. ഇപ്രകാരമുള്ള 6 കാര്യങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുക. രണ്ടാമത്തെ ഭാഗത്താകട്ടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ്. 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള ഈ നീണ്ട 2-ാം ഭാഗത്ത് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട പ്രമുഖരായ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൻ്റെ സമാഹാരമാണ് 2-ാമത്തെ ഭാഗത്ത് നാം കാണുക. ജോസഫിൻ്റെ അസ്ഥികൾ പരിമളം പൂശി പെട്ടിയിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുക. ഇപ്രകാരം 2ആയി വിഭജിക്കപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിൻ്റെ ഉള്ളറകളിലേക്ക് നാം കടക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് നാം കാണുന്നത് സൃഷ്ടിയുടെ വിവരണമാണ്. സൃഷ്ടി വിവരണം ഒരു കവിത പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കവിത പോലെ, ഒരു കവിതയുടെ ചരണങ്ങൾ പോലെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന, വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന, ഒരേപോലെ ആവർത്തിപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുക. സൃഷ്ടിയുടെ വിവരണത്തെപ്പറ്റി പറയുമ്പോൾ, ആ സൃഷ്ടി വിവരണം, പ്രപഞ്ചത്തിൻ്റെ വിവരണത്തെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേകമായ ഘടനയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. 6 ഭാഗങ്ങളുള്ള, ഘടനകളുള്ള ഒരു രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഒരു വിജ്ഞാപനം. ദൈവം അരുളി ചെയ്തു. ഒരു വിജ്ഞാപനത്തോടു കൂടി ആരംഭിക്കുന്നു. രണ്ടാമതായി ഒരു കൽപ്പന, ഉണ്ടാകട്ടെ എന്ന കൽപ്പന. മൂന്നാമതായി ഒരു പ്രസ്താവന, ഉണ്ടായി എന്നൊരു പ്രസ്താവന. നാലാമതായി ഒരു അവലോകനം, നല്ലതെന്ന് ദൈവം കണ്ടു. അഞ്ചാമതായി ഒരു കാലത്തിൻ്റെ സൂചന, സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. ഇപ്രകാരം റിപ്പീറ്റ് ചെയ്യുന്ന, വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സ്ട്രക്ചറിലാണ്, ഒരു സ്ട്രക്ചറോടുകൂടിയാണ് ഒരു കാവ്യാത്മകമായി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴും ഒരു കവിത പാടുന്ന അനുഭവത്തോടു കൂടി ഇത് വായിക്കാനാവും. ആ രീതിയിലാണ് ആ ഹീബ്രു ഭാഷയിൽ ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇവിടെ പറയപ്പെടുന്ന ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നതിനപ്പുറം അതിൻ്റെ ഉള്ളിലുള്ള ദൈവശാസ്ത്രമാണ് നാം മനസ്സിലാക്കേണ്ടത്. അന്ന് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ബാബിലോണിലും മധ്യപൂർവ്വ ഏഷ്യയിലും ഉണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ ചരിത്ര അനുഭവങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ചരിത്രത്തിൽ അന്നിരുന്ന കഥകളിലൂടെയും ഇതിഹാസങ്ങളുടെയും ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത് പ്രകാരം എഴുതിയിരിക്കുന്നത്. ആ സൃഷ്ടിയിൽ ഏറ്റവും മഹത്തരമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് മനുഷ്യൻ വായിക്കുകയും മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ. ഈ ഭാഗത്തെ പ്രധാനമായും പറയുന്നത് ചരിത്രാതീത ചരിത്രം എന്നാണ്. 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെ ചരിത്രാതീത ചരിത്രം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് മുമ്പുള്ള ചരിത്രം. ഇസ്രായേലിൻ്റെ ചരിത്രം ശരിയായ ചരിത്രബോധത്തോടുകൂടി, അല്ലെങ്കിൽ ചരിത്ര യാഥാർത്ഥ്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത് 12-ാം അധ്യായം അബ്രാഹത്തിൻ്റെ ചരിത്രത്തോടു കൂടിയാണ്. അബ്രാഹത്തിന് മുമ്പുണ്ടായിരുന്ന ചരിത്രം, മനുഷ്യചരിത്രം മുഴുവൻ, ആദം മുതൽ, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി മുതൽ അബ്രാഹം വരെയുള്ള സൃഷ്ടിയെയും സൃഷ്ടിയുടെ വളർച്ചയെയും, അല്ലെങ്കിൽ ആ ചരിത്രത്തെ മുഴുവനും 11-ാം അധ്യായത്തിൽ ഒരു ചരിത്രാതീത ചരിത്രമായി അവതരിപ്പിച്ചിരിക്കുന്നു. എന്ന് പറയുമ്പോൾ വ്യക്തമായ ചരിത്രം എന്ന് പറയുന്നത് അടയാളങ്ങളോടുകൂടിയും സൂചനകളോടുകൂടിയും വ്യക്തമായി അവതരിപ്പിക്കാവുന്ന ചരിത്രത്തെയാണ് ചരിത്രമെന്ന് പറയുക. തെളിവുകളോടുകൂടി അവതരിപ്പിക്കാവുന്നതാണ് ചരിത്രം.
എന്നാൽ ഇത് ചരിത്രാതീത ചരിത്രം എന്നുകൊണ്ട് വിവക്ഷിക്കുമ്പോൾ ചരിത്രമുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് ഭൗതികമായി തെളിയിക്കാനാവാത്ത ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഇത് പ്രതിപാദിക്കുക. അപ്രകാരം ഇത് പ്രതിപാദിക്കുന്നതിൻ്റെ പുറകിലുള്ള പ്രത്യേകത ആവശ്യമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും അതിൻ്റെ വളർച്ചയെപ്പറ്റിയും ഭൗതിക ശാസ്ത്രത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ചിന്തകളുമുണ്ടെന്ന് നമുക്കറിയാം. ഉദാഹരണമായി ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും മനുഷ്യനെ പറ്റിയുള്ള പരിണാമ സിദ്ധാന്തവും ആധുനിക ശാസ്ത്രത്തിൻ്റെ ബിഗ് ബാങ് തിയറി പോലെയുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുമൊക്കെ കാണുമ്പോൾ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലെ ചരിത്രമല്ല എന്ന് വിവക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയതിൻ്റെ പുറകിലുള്ള മോട്ടിവേഷൻ, അതിൻ്റെ പ്രചോദനത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കുക. പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഭൂമി എപ്രകാരം സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ചിലപ്പോഴൊക്കെ ചിലരെങ്കിലും പ്രയോജനപ്പെടുത്തുമ്പോൾ അത് നവീനമായ കണ്ടുപിടുത്തങ്ങളോട് ഒന്നിച്ചു പോകുന്നില്ല എന്നുള്ള കാരണത്താൽ തന്നെ അത് അവഗണിക്കപ്പെടുകയും അത് തെറ്റാണെന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിക്കേണ്ട ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തോട് നാം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ നാം അഭിമുഖീകരിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്. ഇവിടെ പ്രധാനമായും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്കാണ് ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഉത്തരം നൽകുക. പ്രധാനമായും മനുഷ്യൻ്റെ ജന്മം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യൻ്റെ ചോദ്യമാണ്: ദൈവം ആരാണ്? മനുഷ്യനാരാണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? മനുഷ്യനെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്? എന്നാൽ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്? ഭൂമി എന്തിനാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത് എന്നതിന് ഉത്തരം നൽകുകയല്ല വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ. മറിച്ച് ദൈവം ആരാണ്? മനുഷ്യനാരാണ്? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നൽകുന്ന ഉത്തരം. അപ്രകാരം ഉത്തരം നൽകാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ചരിത്രാതീത ചരിത്രം അഥവാ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും അത് അവതരിപ്പിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളെ നാം ആ രീതിയിൽ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾക്ക് അർത്ഥമുണ്ടാവുക. ചോദ്യം ശരിയാകുമ്പോൾ ഉത്തരവും ശരിയാകുമെന്നുള്ള ഒരു സാമാന്യ കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് നൽകപ്പെടുന്ന ഉത്തരം ദൈവം ആരാണ്, മനുഷ്യനാരാണ്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, മനുഷ്യനെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചതോ എന്നും എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യമാണ് വിശുദ്ധ ഗ്രന്ഥം അതിന് നൽകുന്ന ഉത്തരമല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വ്യക്തമായി കാണാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.